ഏഷ്യാകപ്പിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സൂപ്പർ പോരാട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാനെ തകർത്ത് വിട്ടിരിക്കുകയാണ്. 7 വിക്കറ്റുകളുടെ മിന്നും വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത പാകിസ്ഥാൻ 9 വിക്കറ്റിന് 127 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 15.5 ഓവറിൽ 3 വിക്കറ്റിന് 131 റൺസ് നേടി വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു. പ്രവചിക്കപ്പെട്ടതുപോലെ തന്നെ ഇന്ത്യയുടെ ആധിപത്യ വിജയമാണ് പാകിസ്ഥാനെതിരെ കണ്ടത്. ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് സമ്മർദ്ദം നൽകാൻ പാകിസ്ഥാന് സാധിച്ചില്ല. മത്സരത്തിൽ ഇന്ത്യക്ക് ജയമൊരുക്കിയതിൽ നിർണായകമായത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ബാറ്റിംഗ് ആണ്. പാകിസ്ഥാനെതിരെ ഇതുവരെ തിളങ്ങാനാകാത്തതിന്റെ ചീത്തപ്പേര് മാറ്റി മാച്ച് വിന്നറാകാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചു. 37 പന്തിൽ 5 ഫോറും 1 സിക്സും ഉൾപ്പെടെ 47 റൺസ് നേടി ഇന്ത്യയുടെ വിജയശില്പിയായി നായകൻ സൂര്യകുമാർ യാദവ് മാറി. തന്റെ ജന്മദിനത്തിൽ പാകിസ്ഥാനെതിരെ ബാറ്റ് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും തിളങ്ങി സൂര്യ കയ്യടി നേടുകയായിരുന്നു. ബാറ്റിംഗ് പ്രകടനത്തോടൊപ്പം ക്യാപ്റ്റൻസിയിലെ തന്ത്രവും സൂര്യക്ക് കയ്യടി നൽകുന്നതാണ്. പവർ പ്ലേയിൽ ജസ്പ്രീത് ബുംറയ്ക്ക് 3 ഓവർ നൽകിയ സൂര്യ പവർ പ്ലേയിൽ വരുൺ ചക്രവർത്തിയെ കൊണ്ടുവന്നു. കഴിഞ്ഞ മത്സരത്തിൽ പവർ പ്ലേയിൽ പന്തെറിഞ്ഞ അക്സർ പട്ടേലിനെ മധ്യ ഓവറുകളിലേക്ക് കുൽദീപ് യാദവിനൊപ്പം മാറ്റിയ സൂര്യയുടെ നീക്കം ഫലം കണ്ടു. 4 ഓവറിൽ 18 റൺസ് വഴങ്ങി 2 നിർണായക വിക്കറ്റുകളാണ് അക്സർ വീഴ്ത്തിയത്. 3 വിക്കറ്റുകൾ നേടി പാകിസ്ഥാൻ മധ്യനിരയുടെ നടുവൊടിച്ച കുൽദീപ് യാദവും ക്യാപ്റ്റൻ പ്രതീക്ഷിച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. കൃത്യമായ ബൗളിംഗ് ചേഞ്ചുകൾക്കൊപ്പം മികച്ച ഫീൽഡിംഗ് വിന്യാസവും നടത്തി കയ്യടി നേടാൻ ക്യാപ്റ്റൻ എന്ന നിലയിൽ സൂര്യകുമാർ യാദവിന് സാധിച്ചു. ഹർഷ്ദീപ് സിംഗിനെ ഇന്ത്യ കളിപ്പിക്കാതിരുന്നതിന്റെ വെല്ലുവിളി മറ്റ് ബോളർമാരെ ഉപയോഗിച്ച് ഫലപ്രദമായി മറികടക്കാൻ സൂര്യകുമാർ യാദവിന് സാധിച്ചു. എന്തായാലും ക്യാപ്റ്റൻ എന്ന നിലയിൽ പാകിസ്ഥാനെതിരെ വിജയം നേടിയെടുക്കുക എന്ന വലിയ കടമ്പ അനായാസം മറികടക്കാൻ സൂര്യക്ക് കഴിഞ്ഞു. മാച്ച് വിന്നിംഗ് ബാറ്റിംഗ് പ്രകടനത്തോടൊപ്പം നായകനെന്ന നിലയിലും കയ്യടി നേടിയ സൂര്യ വരാനിരിക്കുന്ന T20 ലോകകപ്പിലും തൻ്റെ നായകസ്ഥാനം ഉറപ്പിക്കുന്ന നീക്കങ്ങളാണ് പാകിസ്ഥാനെതിരെ നടത്തിയതെന്ന് പറയാം. അതേസമയം ടോസ് സമയത്ത് പാക് ക്യാപ്റ്റൻ സൽമാൻ അലി ആഗക്ക് കൈ കൊടുക്കാൻ സൂര്യകുമാർ യാദവ് തയ്യാറായില്ല. അനാവശ്യ വിവാദങ്ങൾ ഒഴിവാക്കാനാണ് സൂര്യകുമാർ യാദവ് ഹസ്തദാനം നിരസിച്ചത്. ടൂർണമെന്റിന് മുന്നോടിയായി വാർത്താ സമ്മേളനത്തിൽ സൂര്യകുമാർ യാദവ് പാക് ക്യാപ്റ്റന് കൈ കൊടുത്തത് ആരാധകരുടെ രോഷത്തിന് കാരണമായിരുന്നു. മുഴുവൻ ടീമുകളുടെയും ക്യാപ്റ്റന്മാർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു ഹസ്തദാനം. ഇത് വലിയ ചർച്ചകൾക്കും വിമർശനങ്ങൾക്കും കാരണമായതോടെ കൂടുതൽ കുഴപ്പങ്ങളില്ലാതിരിക്കാൻ കൈ കൊടുക്കുന്നത് ഒഴിവാക്കുകയായിരുന്നു. പുറത്തെ വിവാദങ്ങളും കോലാഹലങ്ങളും ടീമിനെ ബാധിക്കില്ലെന്ന് ഇന്ത്യൻ ടീം പറഞ്ഞിരുന്നുവെങ്കിലും വിവാദങ്ങൾ ഉണ്ടായതോടെ ഹസ്തദാനം വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ടോസ് ലഭിച്ച പാകിസ്ഥാൻ നായകൻ സൽമാൻ അലി ആഗ ആദ്യം ബാറ്റ് ചെയ്യാനാണ് തീരുമാനിച്ചത്. സ്ലോ വിക്കറ്റ് പോലെ തോന്നുന്നുവെന്നും ആദ്യം ബാറ്റ് ചെയ്ത് ഉയർന്ന വിജയലക്ഷ്യം കുറിക്കാമെന്ന് കരുതുന്നു എന്നുമാണ് ടോസ് ലഭിച്ച ശേഷം സൽമാൻ അലി ആഗയുടെ പ്രതികരണം. ത്രിരാഷ്ട്ര T20 പരമ്പര ഉൾപ്പെടെ 20 ദിവസത്തോളമായി UAEയിൽ കളിച്ചു വരുന്നതിനാൽ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ സാധിച്ചത് മുതൽക്കൂട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അതേസമയം ടോസ് ലഭിച്ചിരുന്നെങ്കിൽ ആദ്യം ബോളിംഗ് ആണ് തെരഞ്ഞെടുക്കുക എന്ന് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് വ്യക്തമാക്കിയിരുന്നു. തങ്ങൾ ആദ്യം പന്തെറിയാൻ നോക്കുകയായിരുന്നു. അത് തന്നെ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. തങ്ങളിവിടെ ഒരു മത്സരം കളിച്ചു. നല്ലൊരു വിക്കറ്റായിരുന്നു. രാത്രിയിൽ ബാറ്റ് ചെയ്യാൻ നല്ലതായിരുന്നു. ഈർപ്പമുള്ളതിനാൽ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നുവെന്നും സൂര്യകുമാർ യാദവ് പറഞ്ഞിരുന്നു. എന്തായാലും കാര്യങ്ങൾ സൂര്യകുമാർ യാദവും ഇന്ത്യൻ ടീമും കണക്കുകൂട്ടിയതുപോലെ തന്നെ നടന്നു. പിറന്നാൾ ദിനത്തിൽ ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചതിൻ്റെ പ്രത്യേക സന്തോഷവും സൂര്യകുമാർ യാദവിനുണ്ട്. സെപ്റ്റംബർ 19 ഒമാനെതിരെയാണ് ഇന്ത്യയുടെ അടുത്ത ഏഷ്യാകപ്പ് ഗ്രൂപ്പ് ഘട്ട മത്സരം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.